ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ പാർട്ടികളും എല്ലാ തലങ്ങളിലും തന്നെ വളരെ വിപുലമായ ചർച്ചകളും വിശകലനങ്ങളും അവലോകനമൊക്കെ നടത്തുകയുണ്ടായിരുന്നു. ഞങ്ങൾ നടത്തുകയുണ്ടായി. പല നിഗമനങ്ങളിലെത്തുകയും ചെയ്തു. അത് തെറ്റിതിരുത്തലും അതുപോലെ തന്നെ പ്രതിവിധിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഞങ്ങൾ ഈ ഘട്ടത്തില് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെയും അണികളെയും രാഷ്ട്രീയപരമായ സുസജ്ജമാക്കുന്നതിനും അതുപോലെ തന്നെ സംഘടനാപരമായി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും 29-ാം തീയതി ഒരു സംസ്ഥാനതല വർക്ക്ഷോപ്പ് ശില്പശാലക്ക് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ വളരെ സമീപത്ത് തന്നെ അവിടെ LIC എംപ്ലോയീസ് യൂണിയന്റെ ആസ്ഥാനത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതില് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗന്മാര് അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാര് പോഷകഘടകങ്ങളുടെ സാരഥികൾ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം ഇത്തരത്തിൽ നേതാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വമാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പാർട്ടി ആഭ്യന്തര ചർച്ചകളും അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളും പഠനങ്ങളൊക്കെ ഉണ്ട്. പുറമേ നിന്ന് രണ്ടുപേര്, ഒന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഇപ്പോൾ CPM-ന്റെ ഒരു ഭാഗമായി തീർന്ന MP നികേഷ് കുമാർ, അതുപോലെ തന്നെ ഇവിടെ കേളുവട്ടൻ ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ സഖാവ് കുഞ്ഞിക്കണ്ണൻ എന്നിവരൊക്കെയാണ് പുറമേ നിന്നുള്ളത്. ബാക്കി മുഴുവൻ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരും ക്ലാസ്സും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഉണർത്തുന്നത് ഇത് ഒരു ഏകദിന പരിപാടി കൊണ്ട് അവസാനിക്കുന്നതല്ല. വരുന്ന 3 മാസങ്ങളിൽ ജില്ലകളിൽ, മണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ താഴെ തട്ടിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു നീണ്ട പ്രക്രിയ കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യശാസ്ത്രപരമായും ആശയപരമായൊക്കെ തന്നെ പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും വേണ്ടിയുള്ള ഒരു സന്നാഹത്തിന്റെ ഭാഗമാണിത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങൾക്ക് എല്ലാം തന്നെ സുപരിചിതനായ നിങ്ങളുടെ മണ്ഡലത്തിന്റെ MLA കൂടിയായ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. എൻ്റെ കൂടെ വേറെയുള്ള INL സംസ്ഥാന ട്രഷറർ B ഹംസഹാജി, അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH ഹമീദ് മാസ്റ്റർ, ഇപ്പോഴത്തെ സംസ്ഥാന പുതിയ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ശോഭ അബൂബക്കർ സാഹിബ് എന്നിവരാണ്. ഹമീദ് മാഷായിരുന്നു ആദ്യം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഒരു വ്യവസായിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഇതുവരെ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ ശോഭ അബൂബക്കർ സാഹിബ് ചുമതലയേറ്റു. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് മറ്റു വിഷയങ്ങളിലേക്ക് സംസാരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായുള്ള തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തി വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികളായ CPM-ഉം CPI-യും ദിവസങ്ങളോളമായി അത്തരം ചർച്ചകളും ജനാഭിപ്രായ സ്വരൂപങ്ങളുമൊക്കെ നടത്തി വരികയാണ്. LDF-ലെ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് INL-ഉം ആ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കളുടെയും അഭിപ്രായങ്ങൾ തേടി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങളെ വിലയിരുത്താനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് പഴയ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുപോയി
മുന്നണിയെ ഒരു ഭൂരിപക്ഷത്തോട് കൂടെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു തുടക്കം എന്ന നിലക്കാണ് ഈ 29-ാം തീയതി സംസ്ഥാനത്തെ ലീഡേഴ്സിനെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്നത്. തുടർന്നുള്ള 3 മാസങ്ങളിൽ ജില്ലാ തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലുമൊക്കെ ഇത്തരം ചർച്ചാ ക്ലാസുകളും സ്റ്റഡി ക്യാമ്പുകളും സെമിനാറുകളുമൊക്കെ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത് തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. പുതിയ വാർഡ് വിഭജനത്തിന് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകൾ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ആ രീതിയിൽ വോട്ടർമാരെ ചേർത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രാദേശിക തലങ്ങളിൽ നടന്നു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരെ സുസജ്ജരാക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള പരിപാടി പാർട്ടി സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ ചില നിലപാടുകളുണ്ട്. ദീർഘകാലമായി കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തികമായ സഹായങ്ങൾ നിരന്തരമായി നിർത്തിവെക്കുകയും വൈകിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാട് തുടർന്നു വരികയാണ്. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലും വ്യാപകമായി തന്നെ ചില സമരപരിപാടികൾക്ക് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 29-ാം തീയതി ഒരു സായാഹ്ന ധർണ കോഴിക്കോട്ടെ ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് എല്ലാ ജില്ലകളിലും അതുപോലെ പ്രാദേശികമായും ഇതുപോലെയുള്ള സായാഹ്ന ധർണകളും മറ്റ് സമരപരിപാടികൾ നടത്താനാണ് പാർട്ടി ആലോചിച്ചു വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഈ സാധാരണ ശില്പശാലകളിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ക്ഷണിക്കാറില്ല. ഇതിൻ്റെ ഉദ്ഘാടന സെഷനിലേക്ക് സഹാവ് വിനോവിഷം ചെയ്യപ്പെടുന്ന അതിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന സെഷനിൽ രാവിലെ 10 മണിക്കാണ് ഒരു 11:30 മണി വരെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ GST ഓഫീസിന് മുമ്പിലുള്ള ധർണയും വേണ്ട വിധത്തിൽ കവർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് പത്രങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന തിരിച്ചടി, അതിൻ്റെ കാര്യകാരണങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദമായി എല്ലാ ഘടകകക്ഷികളും CPM-ഉം CPI-യും ഞങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി. വെല്ലുവിളികൾ പല വിധത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഭവം എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്നുള്ളതിനുള്ള മറുപടി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM തന്നെ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ സെക്രട്ടറി അവരുടെ നേതൃയോഗത്തിന് ശേഷം വ്യക്തമാക്കി കഴിഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, തിരുത്തൽ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എടുത്ത ചില തീരുമാനങ്ങളിൽ ചില അപാകതകൾ ഉണ്ടായി എന്ന് തോന്നലുന്നത് തന്നെ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. തെറ്റുകൾ മനുഷ്യ സഹജമായി ചിലപ്പോൾ സംഭവിക്കാം. തിരുത്താൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ മാതൃകാപരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവരെന്നെ പറയുന്നത് സംബന്ധിച്ചല്ലോ, ചില കാര്യങ്ങൾ സമാജ്വാദി പാർട്ടിയായിട്ട് ലയന ചർച്ച നടത്തി. അറിയില്ല അങ്ങനെ ഒരു സംഭവം. ആര് നടത്തിയൊന്നും അയ്യനല്ല. അയ്യൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് തന്നെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചർച്ച ചെയ്യേണ്ടതോ ചേരേണ്ടതായ ഒരു സാഹചര്യവും അയ്യനില്ല. മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അയ്യനിലേക്ക് വരാം. അപ്പൊ ഞങ്ങൾ അതിന്റെ അവരുടെ ക്വാളിറ്റി അനുസരിച്ച് പരിശോധിക്കുന്നതാണ്. കേട്ടത് തെറ്റിയതാ. ചിലപ്പോൾ അയ്യനിലേക്ക് ലയിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലാണ്ട് അയ്യനെ പോലെ ഒരു ദേശീയ പാർട്ടി 11 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയോ ഇവിടുത്തെ ഏതെങ്കിലും ഇവിടെ ശക്തമല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു പാർട്ടി ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് സംഭവം. ചില നിലപാടുകളിൽ തെറ്റുപറ്റിയെന്ന് പറയുമ്പോഴാണ് എന്താണെന്ന് പറയുമ്പോഴാണല്ലോ ഷാർപ്പായിട്ട് തിരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്.
അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിടത്തിൻ്റെ പെർമിറ്റിനുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അത് ഇവിടെയും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഭയങ്കര വിമർശനത്തിന് വിധേയമായിരുന്നു. കാരണം ആ കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് തന്നെ വളരെ വിശദീകരിക്കുകയുണ്ടായി. വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു മേഖല എന്ന നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അവരത് കൂട്ടിയത്. പക്ഷെ അത് സൃഷ്ടിച്ച പ്രതിഷേധം അതുപോലെ തന്നെ രോഷം വളരെ ചെറുതായിരുന്നില്ല. ഞങ്ങളും ബന്ധപ്പെട്ട വേദികളൊക്കെ തന്നെ അത് ഉണർത്തിയിരുന്നു. അത് തിരുത്താൻ തയ്യാറായതാണ് ഒരുപക്ഷെ LDF-ന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കാണുന്നത്. തെറ്റ് തെറ്റായി അംഗീകരിക്കാനും അത് തിരുത്താനുള്ള അവരുടെ ശക്തി, അല്ലാണ്ട് വെറുതെ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വല്ല അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അതൊക്കെ ഒരു ഭരണത്തിന്റെ ഒരു ഭാഗമാണ്. അതല്ല LDF-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ അർത്ഥശാസ്ത്രപരമായോ ആശയപരമായോ ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഒരു പ്രശ്നം നമുക്കറിയാം. മുമ്പ് ഇവിടെ UDF ഭരിച്ച കാലത്തൊക്കെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന 600 രൂപയായിരുന്നു. അത് തന്നെ 18 മാസത്തോളം കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് UDF ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് മുഴുവൻ ക്ലിയർ ചെയ്തു, അടക്കം ക്ലിയർ ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് അർഹതപ്പെട്ട പല സാമ്പത്തിക വിഷയങ്ങളിലും ഒരു വല്ലാത്ത നയം സ്വീകരിച്ചതിന്റെ ഫലമായി കൃത്യമായി പല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതിൽ അല്പം വൈകലുണ്ടായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UDF-നെ പോലെയല്ല, അടിസ്ഥാന വർഗത്തിന് താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി എന്ന നിലക്ക് തന്നെ അത്തരം അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ട മുൻഗണനയ്ക്ക് അല്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പെൻഷനുകൾ വൈകിപ്പിച്ചപ്പോൾ അത് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് നമുക്കറിയാം. കേന്ദ്രമെങ്ങാനും സമയബന്ധിതമായി സംസ്ഥാനത്തിന് നൽകേണ്ട ഫണ്ടുകൾ തന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. അതൊക്കെയും വിലയിരുത്തിക്കൊണ്ട് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേരളത്തിലെ LDF തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDF-ന് നന്നായി തന്നെ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. അല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് ടാക്സ് ഒക്കെ വർദ്ധിച്ചത്. ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ അതിന് നമുക്ക് ഒരു മറുവശം പുതിയ എന്തെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായിട്ട് വരും. അത് അല്പം കൂടിപ്പോയി എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ കുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ആര് ഭരിച്ചാലും കേന്ദ്രം സ്റ്റേറ്റിനോട് അങ്ങനെ ഒരു ചിറ്റമ നയം സ്വീകരിക്കുമ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ പുതിയ മേഖലകൾ തിരയേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ധൃതി പിടിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില വൈകല്യങ്ങളൊക്കെ വന്നു വരും. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ കഴിയാത്ത ഒരുപാട് ഭരണങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യമായി തിരുത്താൻ കഴിവുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് നിലവിലുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. അവസാനിപ്പിക്കും. എല്ലാവരെയും 29ന്റെ പരിപാടിയിലേക്ക് സാധനം ക്ഷണിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക്. കാരണം ഇതിന്റെ പ്രത്യേകത എല്ലാ ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംസ്ഥാന തലത്തിലുള്ള നേതൃധർണയാണ് നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യമായിരിക്കാം ഈ ബജറ്റിന് ശേഷം ഇത്തരം ഒരു സമര പരിപാടി നടക്കാൻ പോകുന്നു.